എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിതാമ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടന്റ്. പുതിയ വർഷമാണല്ലേ, 1200 ആണ്ട് പിറന്ന് പുതിയ വർഷമാണ്. അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഖമുദ്ര, അല്ലെ? എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹവും. മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം. ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെ? സാരമില്ലാന്നേ, ചിങ്ങം തന്നെയല്ലേ, പുതുവർഷമാണല്ലോ. ഇനി ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് 1200 ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നിക്കുരു ശാസ്ത്രപ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആണ്ട് പുണർത നക്ഷത്രത്തിന്റെ ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? എന്തോ നോക്കാനാ, ഇനി അനുഭവിക്കാനൊന്നുമില്ല. അനുഭവിച്ച് മടുത്തു. മാനസികമായിട്ട് ഇനി എന്താ പറഞ്ഞ ഒരു അല്പ പ്രാണനേ ഉള്ളൂ. അതും കൂടെ എപ്പോ പോകുന്ന അറിഞ്ഞാൽ മതി. ഇതല്ലേ പുണർത നക്ഷത്രക്കാര് വിചാരിച്ചത്. ചെയ്ത പണിക്കെല്ലാം പ്രതിഫലം എന്ന് പറയുന്നത് വിരോധങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ. ഇനി അതുകൊണ്ട് കൂടുതലൊന്നും കേൾക്കണ്ടായേ എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു മിനിറ്റ്. ഇവർ ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് പുണർത നക്ഷത്രക്കാര്. സൗമ്യതയും ക്ഷമയും ശാന്തതയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മാത്രം ഒരു പ്രത്യേകതകളായിരിക്കും കേട്ടോ. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ പോലും കൂടുതലായിട്ട് ചിന്തിച്ച് തല പോയിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും. അവനവന്റെ കാര്യം നോക്കുക, വീട്ടിൽ പോവുക, അവനവൻ ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും പുണർത നക്ഷത്രത്തിൽപ്പെട്ട അധിക ആളുകൾ. ഈ പുണർത നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരില് ഒരു 30% ആൾക്കാരും അധികം സംസാരപ്രിയരായിരിക്കില്ല. പരിചയമുള്ളവരോട് ഒരുപാട് സംസാരിക്കുമായിരിക്കാം, അല്ലാതെ അധികം സംസാരിക്കുന്നവരായിരിക്കില്ല. വളരെ സൗമ്യതയും ക്ഷമയും അല്ലെങ്കിൽ എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. അതിവർക്ക് പ്രത്യേകിച്ച് ഒരു നാണം അങ്ങനെയുള്ള ഒരു പ്രകൃതം ഉള്ളത് കൊണ്ടൊന്നും അല്ല, എന്തോ ഇവരങ്ങനെയാണ്. എന്നാൽ ചിലരുണ്ട് ഭയങ്കരമായ വാചാലത. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും, ഇതിനി എന്താണ് ചെയ്യുക, ഇതൊന്ന് നിർത്തിക്കിട്ടാൻ എന്ന് ചിന്തിക്കുന്ന പുണർതക്കാരും ഉണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞ കേട്ടോ, വിഷമിക്കാനൊന്നും വേണ്ട പുണർതക്കാരൻ. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. മാനസികമായി കുറച്ച് സമ്മർദ്ദങ്ങള്, ദുരിതങ്ങള്, വിഷമങ്ങള്, രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നല്ല നല്ല വാർത്തകളും നമ്മളെ തേടിയിട്ടും ധനത്തിൻ്റെതായ ഒരു വരവ് അല്ലെങ്കിൽ ഒരു ഒഴുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും ധനം മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ധനപ്രാപ്തി, അല്ലെങ്കിൽ ദേഹസുഖം, മാനസികമായ ഒരു ഐക്യം, കുടുംബത്തെ അംഗചിത്രങ്ങൾക്കൊക്കെ ഒരു ഇളവ്, അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വിജയം, തൊഴിൽ അഭിവൃദ്ധി, മേന്മ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വെക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ്സിൽ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ബിസിനസ്സിലൊക്കെ ഒരു മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ട് എങ്കിൽ ഈ വർഷം ഒരു പകുതിക്കൊക്കെ ശേഷമായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. അതൊരു പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ പങ്കാളികളുടെ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ കൂടിയുള്ളതാണെങ്കിൽ എല്ലാവരുടെയും നക്ഷത്രം നോക്കി കുഴപ്പമില്ല എങ്കിൽ നടത്താവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ചെന്ന് ചാടുന്നത് നല്ലപോലെ ആലോചിച്ച് ചെയ്തില്ല എങ്കിൽ ചെറിയ വൈഷമ്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. മാനസികമായിട്ട് ഇച്ചിരി സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കി തരുന്നേ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. എന്ത് കാര്യം പറയുമ്പോഴും വളരെ ആലോചിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് പറയാൻ ശ്രമിക്കുന്നവരായിരിക്കും പുണർത നക്ഷത്രക്കാർ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ചില കാര്യങ്ങളോട് ഇവർക്ക് വല്ലാത്തൊരു ദേഷ്യഭാവം ഉള്ളതായിട്ട് കാണാറുണ്ട്. അതുപോലെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം പുലർത്തുന്നവരായിരിക്കും പുണർത നക്ഷത്രത്തിൽപ്പെട്ടവരെ.
അതിനുവേണ്ടി എന്ത് പറയാനും ചെയ്യാനും വലിയ മടിയൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് ചുരുക്കം. എന്നാൽ ഇത് ഇങ്ങനെ പറയണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനിതിനെ ഇങ്ങനെ പറയാ, അങ്ങനൊന്നും ചിന്തിക്കില്ല. വായി വരുന്നത് എന്തും അങ്ങ് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ രീതി ചിലര് കാണിക്കാറുണ്ട്, എല്ലാവരും ഇല്ല കേട്ടോ. അപ്പോൾ ചിലരങ്ങനെ കാണിക്കാറുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ആത്മാർത്ഥതയോടെ ഇവരെന്തെങ്കിലും ചെയ്താലും ഒരു അതിൽ നിന്നൊരു അതിൻ്റെതായ രീതിയിലുള്ള ഒരു മൂല്യം പലപ്പോഴും ഇവർക്ക് കിട്ടാറില്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ വിമർശനത്തോടു കൂടി മാത്രമായിരിക്കും അധികം ആൾക്കാർ കാണുന്നത്. ഇപ്പൊ നമ്മള് കുടുംബത്തിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടി ഒരു കാര്യം ചെയ്താലും അതിനെയെല്ലാം വിമർശന ബുദ്ധിയോടുകൂടി നോക്കി കണ്ടിട്ട് അതിലെല്ലാം തെറ്റുകാര് നമ്മളാണ് എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല പുണർന്ന നക്ഷത്രക്കാരും അതൊരുപാട് അഭിമുഖീകരിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. കാരണം മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ, അയ്യോ ഇനി എന്താ ചെയ്യുക, എങ്ങനെയാണ്, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഒരുപാട് മനക്ലേശപ്പെട്ടിട്ടുണ്ടാവാം. പലപ്പോഴും ഇവരുടെ പ്രവൃത്തി കൊണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ദുരിതങ്ങളൊക്കെ വരിക. എന്നാലും പഴികൾ അധികം കേൾക്കേണ്ട വരുന്നത് ഇവരാകുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ക്രയവിക്രയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെക്ക്, ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വളരെ പഠിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചാടാവൂ. അതല്ല എങ്കിൽ ഭാവിയിൽ അത് പിന്നീട് നമുക്കൊരു ദുരിതമായിട്ടൊക്കെ പരിണമിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.